നമ്മുടെ സംസ്ഥാനത്ത് 60% ചെലവും തനത് റവന്യൂ വരുമാനത്തിൻ്റെ വിനിയോഗത്തിൽ നടക്കുന്നു. എന്നാൽ രാജ്യത്തെ ആകെ സംസ്ഥാനങ്ങളുടെ ശരാശരി 50%-ന് താഴെയാണ്. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ തനത് നികുതി വരുമാനം ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണേണ്ട ഒരു കാര്യം GST ഘടനയിൽ വന്ന മാറ്റങ്ങൾ, അതോടൊപ്പം അഖിലേന്ത്യാ തലത്തിലുണ്ടായ ബോധപൂർവമായ പോരായ്മകൾ, ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുകയുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. മറ്റൊരു വ്യാപകമായ പ്രചരണം, അത് 1,00,000 കോടിക്ക് മുകളിൽ കുടിശ്ശിക വന്നിരിക്കുന്നു, അത് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ പരിശോധിച്ചാൽ കാണാൻ കഴിയുക, ഇതിനെ സാധൂകരിക്കുന്ന കണക്കുകൾ അവതരിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ സർക്കാർ നടപടികളുടെ ഭാഗമായി ബിൽ ഡിസ്കൗണ്ടിംഗ് ഉണ്ട്. അത്തരത്തിലുള്ള സ്വാഭാവിക പ്രക്രിയകളെ പോലും വളച്ചൊടിച്ച് അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. എന്നിട്ട് പോലും ഇപ്പോൾ ഭരിക്കുന്നവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നടത്തിയ വ്യാജ പ്രചരണം പൊളിയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാലാമത്തെ കാര്യം, കിഫ്ബിയുടെ കടം, അത് സംസ്ഥാന സർക്കാരിൻ്റെ കടമായി വ്യാഖ്യാനിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭരണഘടനാ വിരുദ്ധമായ സമീപനം. ഇതിനെയാണ് LDF സർക്കാർ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തത്. സുപ്രീം കോടതിയിൽ ആ കേസിൻ്റെ വാദം കേട്ട സുപ്രീം കോടതിയുടെ ബെഞ്ച് ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിടാനാണ് തീരുമാനിച്ചത്. 2 അംഗ ബെഞ്ചായിരുന്നു വാദം കേട്ടത്. ഭരണഘടനാ ബെഞ്ച് വിശദമായി വാദം കേൾക്കേണ്ടതാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഇതെല്ലാം മറച്ചു വെക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത്. മറച്ചു വെക്കുക മാത്രമല്ല, BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തിനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധ സമാനമായ സാമ്പത്തിക നിയന്ത്രണങ്ങളെ ന്യായീകരിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസന ഉദ്യമങ്ങളെ പിന്നോട്ടടിപ്പിക്കുന്ന സമീപനമാണ്.